മാങ്ങ കൊണ്ട് മാങ്ങ വേണമല്ലേ പോരട്ടോ. അപ്പം മാങ്ങ റെഡി. അപ്പം മാങ്ങ കൊണ്ട് നമ്മൾ മാങ്ങ തടിപൊടി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ തടിപൊടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഉണക്കമുളക് വേണം, പിന്നെ മാങ്ങ വേണം, മാങ്ങ എന്തായാലും വേണമല്ലോ, പിന്നെ കറിവേപ്പിൻ്റെ ഇല വേണം, കായം വേണം. കായം ഫാത്തിമ കറിവേപ്പിൻ്റെ ഇല ഇല്ല, താത്താനോട് വായുണ്ട്. അപ്പം കറിവേപ്പിൻ്റെ ഇല വേണം, കായ വേണം, ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ ചുവന്നമുളക് വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാലും നമുക്ക് തടിപൊടി ഉണ്ടാക്കാം. അപ്പോൾ തടിപൊടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, ഓക്കെയല്ലോ? ഓക്കെ അല്ലേ? ഇത് ഫസ്റ്റ് കുക്കിംഗ് ബ്ലോഗാണ്. അപ്പോൾ എന്താക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ. പല തെറ്റുണ്ടാവും, കുറച്ച് പോകെ ഞാൻ ബ്രില്യൻറ്റ് ഷെഫാവും. അപ്പോൾ എന്താക്കണം കണ്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ ഇങ്ങനെ കനം കുറച്ച് അരിയണം എന്നൊക്കെയാണ്, ഇങ്ങനെ പൊരിക്കണേ. മാങ്ങ വെളിച്ചെണ്ണയിട്ട് ഇങ്ങനെ പൊരിക്കണം. അപ്പോൾ അതിന് നമ്മൾ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കണം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഏത് എടുക്കാനുള്ള വെളിച്ചെണ്ണ വേണം. പക്ഷെ നമുക്കിവിടെ വെളിച്ചെണ്ണ സപ്ലൈക്കോ അല്ല, ഉമ്മയാണ്. അപ്പം ഉമ്മച്ചായതുകൊണ്ട് എല്ലാണ്ട് എടുത്താൽ പിന്നെ വെളിച്ചെണ്ണ ഇട്ടില്ല. ഇത്ര മതി. ഇത്രയും എന്തിടാ, ഉണക്കമുളക് ഇടുക, നല്ല കറിവേപ്പിൻ്റെ ഇല, നല്ല കറിവേപ്പിൻ്റെ ഇല കോരി മാറ്റുക. ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഇതാക്കുക, മാങ്ങ അപ്പോൾ ഇതാണ് എന്തെങ്കിലും കാണും. മാങ്ങ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാണെങ്കിൽ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാങ്ങ കേട്ടോ, നല്ല ഇങ്ങനെ എന്തായി വന്നിട്ടുണ്ട്, നല്ല എന്തോ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വറുത്ത് വെച്ച നമ്മുടെ ഈ വറുത്ത് വെച്ച നമ്മുടെ ഈ കറിവേപ്പിൻ്റെ ഇലയും ഇതുമില്ലേ ഉണക്കമുളകും ഒന്ന് ക്രഷ് ചെയ്യാം. ആ വറുത്ത ആ മാങ്ങ ഇട്ടിട്ട് എന്താക്കുക, കായത്തിൻ്റെ പൊടിയിലുണ്ട്, കറിവേപ്പിൻ്റെ ഇലയും നല്ല ചുവന്നമുളകും. ഓക്കെ, എന്നെ വൻ ഫ്ലോപ്പായ കാര്യം എല്ലാവരും അറിയിക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇതിപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എരിവ് കൂടിപ്പോയി. അപ്പോൾ കൊള്ളാവുന്നൊരു ചാനൽ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ. രസമുണ്ട് പക്ഷെ ഭയങ്കര എരിവായിപ്പോയി. അപ്പോൾ ഓക്കെ, ബായ്.